നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. അന്തർദേശീയ മാധ്യമങ്ങൾ പലതും ഇക്കാര്യം വ്യക്തമാക്കി. ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന വാദം ഇതിനകം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഗാസ യുദ്ധം മൂലം കലുഷിതമായ മധ്യപൂർവ്വദേശ മേഖലയിൽ പ്രധാന ശക്തിയാണ് ഇറാൻ. ഇസ്രായേലിനെതിരെ പോരാടുന്ന ഗാസയിലെ ഹമാസിനും ലെബനനിലെ ഹിസ്ബുല്ലയ്ക്കും ഇറാൻ ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. പലസ്തീന്റെ ആവശ്യത്തിന് പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് നേതാക്കളുമായി ചർച്ചയും നടത്തിയിരുന്നു. ഇസ്ലാമിക് ജിഹാദുമായും ഇദ്ദേഹം സംസാരിച്ചതാണ്. ആക്രമണം വലിയ വിജയമാണെന്നൊക്കെ അന്ന് റൈസി പറയുകയും ചെയ്തിരുന്നു. റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തകരെത്തി. ജീവനോടെ ആരും അവശേഷിക്കുന്നില്ലെന്നും എല്ലാവരും കൊല്ലപ്പെട്ടെന്നും ഇറാൻ റെഡ് ക്രസന്റ് ചെയർമാൻ കോലി വാൻഡ് അറിയിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് റൈസിയുടെ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ചു. വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ എല്ലാ യാത്രക്കാരും മരിച്ചതായി ഭയപ്പെടുന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത്. അതിശൈത്യത്തിലും മഞ്ഞുവീഴ്ചയ്ക്കിടയിലുമാണ് രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നത്. കാൽനടയായാണ് മലഞ്ചെരുവിൽ രക്ഷാപ്രവർത്തകർ എത്തപ്പെട്ടത്. ഹെലികോപ്റ്ററിന്റെ ഓരോ ഇഞ്ചും തിരയുകയാണെന്നാണ് ഒരു സൈനിക കമാൻഡറെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ കണ്ടതായി രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച ഇറാൻ ഔദ്യോഗിക TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 2 കിലോമീറ്ററോളം അകലെ ഹെലികോപ്റ്റർ കണ്ടതായാണ് ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ തലവൻ പീർ ഹുസൈൻ കോലി വാൻഡ് അറിയിച്ചത്. തുർക്കിയിൽ നിന്നെത്തിച്ച ഡ്രോണാണ് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്നാണ് വിവരം. ഈ പ്രദേശത്ത് വളരെ തണുപ്പും മഴയും മൂടൽമഞ്ഞും നിറഞ്ഞ കാലാവസ്ഥയാണ്. മഴ ക്രമേണ മഞ്ഞായി മാറുകയാണ് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറയുന്നു. ഏത് രക്ഷാപ്രവർത്തനത്തിനും തങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ തന്റെ അവധിക്കാലം വെട്ടിച്ചുരുക്കി ജോ ബൈഡൻ വൈറ്റ് ഹൗസിലേക്ക് മടങ്ങി. അപകടം ആശങ്കയുണ്ടാക്കുന്നുവെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. യൂറോപ്യൻ യൂണിയൻ രക്ഷാപ്രവർത്തനത്തിന് അടിയന്തര ഉപഗ്രഹങ്ങളടക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാനെത്തിയ തുർക്കി സൈന്യത്തിന്റെ ആളില്ലാ വിമാനം അപകട സ്ഥലം കണ്ടെത്തിയതായുള്ള വിവരം പുറത്തു വന്നിരുന്നു. അക്കിൻസി UAV എന്ന ആളില്ലാ വിമാനമാണ് അപകട സ്ഥലം കണ്ടെത്തിയതെന്നാണ് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെ കടുത്ത വെല്ലുവിളികൾ അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് വൻതോതിൽ ചൂട് പ്രവഹിക്കുന്നത് കണ്ടെത്തിയതോടെയാണ് അത് അപകടം സംഭവിച്ച സ്ഥലമാണെന്ന അനുമാനത്തിലെത്തിയത്. അതേസമയം ഇത്തരം വാർത്തകൾ ഇറാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. മോശം കാലാവസ്ഥ നിമിത്തം ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താൻ പോലും ആയിട്ടില്ലെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ മടങ്ങുന്നതിനിടെയാണ് വിദൂര വനമേഖലയിൽ പെട്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെയുള്ളവരെ കാണാതെയായത്. പ്രസിഡന്റ് റൈസിക്കൊപ്പം വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. രാജ്യമാകെ ഇബ്രാഹിം റൈസിക്കായി പ്രാർത്ഥനയിലാണ്. 14 മണിക്കൂർ പിന്നിട്ടിട്ടും റൈസിയെ കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു. രക്ഷാദൌത്യത്തിന് റഷ്യയുടെയും തുർക്കിയുടെയും സൗദിയുടെയും സഹായം ലഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ അയച്ചതായി റഷ്യയും വ്യക്തമാക്കി. വിവിധ പ്രദേശങ്ങളിൽ 40-ലേറെ സംഘങ്ങളാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫയ്ക്കടുത്ത് വന മേഖലയിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കേണ്ടി വന്നുവെന്നും വിവരമുണ്ട്. ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി, ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലേഹഷം എന്നിവരും ഹെലികോപ്റ്ററിൽ റൈസിക്കൊപ്പം ഉണ്ടായിരുന്നു. 3 ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറ്റു 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണെന്നാണ് വിവരം. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം ക്വിസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനത്തിനായാണ് റൈസി എത്തിയത്. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹം അലിയേവും പങ്കെടുത്തിരുന്നു. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ 2021-ൽ ഇറാൻ പ്രസിഡന്റായ റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വത്സല ശിഷ്യനും അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന് വരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവുമാണ്. ആണവ വിഷയത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പുതിയവ വാങ്ങുന്നതിനും അവയുടെ അറ്റകുറ്റപ്പണിക്കുമുള്ള ഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ പക്കലുള്ള പല വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കാലഹരണപ്പെട്ടതാണ്. നന്ദി.